Projections of a line inclined to VP and parallel to HP ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Projections of a line parallel to both HP and VP. Projections of a vertical line. Projections of a line inclined to HP and parallel to VP. വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. പൊസിഷൻ ഓഫ് എ ലൈൻ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പ്ലെയിൻസിലെ ഫസ്റ്റ് പൊസിഷൻ ലൈൻ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP. സെക്കൻഡ് പൊസിഷൻ എ വെർട്ടിക്കൽ ലൈൻ, that is line perpendicular to HP and parallel to VP, line perpendicular to VP and parallel to HP. Third, line inclined to HP and parallel to VP. ഈ മൂന്ന് പൊസിഷനിലെയും ലൈനിൻ്റെ പ്രൊജക്ഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നാലാമത്തെ പൊസിഷൻ ലൈൻ ഇൻക്ലൈൻഡ് ടു VP ആൻഡ് പാരലൽ ടു HP ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Line inclined to VP and parallel to HP. Line AB inclined 5 degree to VP and parallel to HP. HPയിൽ നിന്ന് എൻഡ് എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് HPയിൽ നിന്ന് എൻഡ് ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സെയിം ആണ്. ദാറ്റ് മീൻസ് ലൈൻ പാരലൽ ടു HP ആണ്. ബട്ട് VPയിൽ നിന്ന് എൻഡ് എയിലേക്കുള്ള ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസും VPയിൽ നിന്ന് എൻഡ് ബിയിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസും സെയിം അല്ല. ദാറ്റ് മീൻസ് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു VP. അതായത് ലൈൻ VP ആയിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ സേ 5 ഡിഗ്രി. ഈ ലൈനിൻ്റെ പ്രൊജക്ഷൻ നോക്കാം. ടോപ്പ് വ്യൂ ആദ്യം കൺസിഡർ ചെയ്യുന്നു. പ്രൊജക്ടേഴ്സ് ഓർ വിഷ്വൽ റേസ് എൻഡ് എയിലൂടെയും എൻഡ് ബിയിലൂടെയും പാസ് ചെയ്യുമ്പോൾ HPയിൽ എൻഡ് എയുടെ ടോപ്പ് വ്യൂ സ്മോൾ എ, എൻഡ് ബിയുടെ ടോപ്പ് വ്യൂ സ്മോൾ ബി ഫോം ചെയ്യുന്നു. AB ജോയിൻ ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ AB കിട്ടുന്നു. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ടോപ്പ് വ്യൂ മേക്കിംഗ് 5 ഡിഗ്രി വിത്ത് റെഫറൻസ് ലൈൻ ഓർ ഹൊറിസോണ്ടൽ ലൈൻ. സേ ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. ലൈൻ പാരലൽ ടു HP ആയതുകൊണ്ട് പ്രൊജക്ടേഴ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു HP ആയതുകൊണ്ടും ലെങ്ത് ഓഫ് ദ ടോപ്പ് വ്യൂ ഈസ് ഈക്വൽ ടു ട്രൂ ലെങ്ത് ഓർ ലെങ്ത് ഓഫ് ദ ലൈൻ AB ഇൻ സ്പേസ്. ദാറ്റ് ഈസ് AB is equal to true length equal to small AB. സേ ഈ ലെങ്ത് 80 mm ആണെങ്കിൽ ടോപ്പ് വ്യൂയുടെ ലെങ്ത്തും 80 mm ആയിരിക്കും. ഇൻക്ലിനേഷനും ട്രൂ ഇൻക്ലിനേഷൻ തന്നെയായിരിക്കുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് വ്യൂ എയുടെ ഫ്രണ്ട് വ്യൂ A' VPയിൽ ഫോം ചെയ്യുന്നു. ബിയുടെ ഫ്രണ്ട് വ്യൂ B' VPയിൽ ഫോം ചെയ്യുന്നു. A' B' ജോയിൻ ചെയ്യുമ്പോൾ ലൈൻ ABയുടെ ഫ്രണ്ട് വ്യൂ VPയിൽ കിട്ടും. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും A' B' പാരലൽ ടു XY ലൈനാണ്. കാരണം HPയിൽ നിന്ന് എൻഡ് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 30 mm ആണെന്ന് കരുതുക. ദെൻ റഫറൻസ് ലൈനിൽ നിന്ന് A' ഡിസ്റ്റൻസും 30 mm ആയിരിക്കും. അതേപോലെ റഫറൻസ് ലൈനിൽ നിന്ന് B' ഡിസ്റ്റൻസും 30 mm ആയിരിക്കും. ദെർഫോർ ഫ്രണ്ട് വ്യൂ പാരലൽ ടു റഫറൻസ് ലൈൻ ആയിരിക്കും. നമ്മളിവിടുന്ന് ഒബ്സർവ് ചെയ്ത കാര്യം വെൻ എ ലൈൻ ഈസ് ഇൻക്ലൈൻ ടു VP ആൻഡ് പാരലൽ ടു HP, ഇറ്റ്സ് ടോപ്പ് വ്യൂ ഷോസ് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ ആൻഡ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ഈസ് പാരലൽ ടു റഫറൻസ് ലൈൻ ആൻഡ് ഷോയിങ് റെഡ്യൂസ്ഡ് ലെങ്ത്. ഫ്രണ്ട് വ്യൂ റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്, കാരണം ലൈൻ ഈസ് ഇൻക്ലൈൻ 5 ഡിഗ്രി ടു VP. ഈ ഇൻക്ലിനേഷൻ കൂടുന്നതനുസരിച്ച് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് കുറഞ്ഞു വരും. ഈ ഇൻക്ലിനേഷൻ 90 ഡിഗ്രി ആകുമ്പോൾ ലൈൻ പെർപെൻഡിക്കുലർ ടു VP ആകും. ടോപ്പ് വ്യൂ ലെങ്ത് കുറഞ്ഞു വന്ന് ഒരു പോയിൻ്റ് ആയിട്ട് മാറും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ ലൈൻ AB 80 mm ലോങ്, inclined 45 degree to VP and parallel to HP. Point A is 30 mm above HP and 10 mm in front of VP.
ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഓപ്പൺ ചെയ്യുന്നു, HP താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും A' സെയിം പ്രൊജക്ടർ ലൈനിലാണ്. പ്രോബ്ലം തന്നിരിക്കുന്നത് എൻഡ് A 30 mm എബോവ് HP ആണ്. ദാറ്റ് മീൻസ് AA ലെങ്ത് ഈക്വൽ ടു 30 mm. ദർഫോർ റെഫറൻസ് ലൈനിന് A' ഡിസ്റ്റൻസും സെയിം ആയിരിക്കും 30 mm. BB ലെങ്ത്തും 30 mm ആണ്, കാരണം ലൈൻ പാരലൽ ടു HP ആണ്. ദർഫോർ XY ലൈനിൽ നിന്ന് B' ഈ ഡിസ്റ്റൻസും 30 ആയിരിക്കും. A' സെയിം പ്രൊജക്ടർ ലൈനിലാണ്. A ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം. അത് പ്രോബ്ലം തന്നിരിക്കുന്നത് 10 mm ആണ്. XY ലൈനിൽ നിന്ന് Aയിലേക്കുള്ള ഡിസ്റ്റൻസും A' ലെങ്ത് 10 mm ആയിരിക്കും. റെഫറൻസ് ലൈൻ വരച്ചതിന് ശേഷം പ്രൊജക്ടർ ലൈൻ വരയ്ക്കാൻ പറ്റും തിൻ ലൈൻ യൂസ് ചെയ്തിട്ട്. അതിൽ 30 mm മുകളിലായിട്ട് A' ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും റെഫറൻസ് ലൈനിൽ നിന്ന്. റെഫറൻസ് ലൈനിൽ നിന്ന് 10 mm ബിലോ ആയിട്ട് A ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇൻക്ലിനേഷൻ വിത്ത് VP ഈസ് 45 ഡിഗ്രി, ദാറ്റ് ഈസ് 5 ഈക്വൽ ടു 45 ഡിഗ്രി. ടോപ്പ് വ്യൂയുടെ ലെങ്ത് ട്രൂ ലെങ്ത് ആണെന്നും ഇൻക്ലിനേഷൻ ട്രൂ ആംഗിൾ ആണെന്നും നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 5 ഡിഗ്രിയിൽ, അതായത് ഇവിടെ 45 ഡിഗ്രിയിൽ ട്രൂ ലെങ്ത് 80 mm B ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. B ആൻഡ് B' സെയിം പ്രൊജക്ടർ ലൈനിലാണ്. അപ്പോൾ Bയിൽ നിന്ന് പെർപെൻഡിക്കുലർ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക. നമുക്കറിയാം A', B' ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈന് പാരലാണ്, അല്ലെങ്കിൽ XY ലൈനിൽ നിന്ന് A' ലെങ്ത്തും XY ലൈനിൽ നിന്ന് B' ലെങ്ത്തും 30 ആണെന്ന് നമുക്കറിയാം. ദർഫോർ A' ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ A', B' ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യം, ടോപ്പ് വ്യൂ ഇസ് ഇൻക്ലൈൻ ടു റെഫറൻസ് ലൈൻ ഷോയിങ് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ. ഫ്രണ്ട് വ്യൂ പാരലൽ ടു XY ഷോയിങ് റെഡ്യൂസ്ഡ് ലെങ്ത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മാനുവലി ചെയ്യുന്നത് നോക്കാം. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ ലൈൻ AB 80 mm long, incline 45 degree to VP and parallel to HP. Point A is 30 mm above HP and 10 mm in front of VP. അതായത് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു VP ആൻഡ് പാരലൽ ടു HP. ലൈനിൻ്റെ ലെങ്ത് 80 mm എന്നാണ് തന്നിരിക്കുന്നത്. എൻഡ് A 30 mm എബോവ് HP ആണ് എന്ന് തന്നിരിക്കുന്നു. ലൈൻ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP ആണ് എന്ന് കരുതുക. എൻഡ് A ഫിക്സ് ചെയ്തുകൊണ്ട് എൻഡ് Bയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു HP ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു VP ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് ചേഞ്ച് ആയി. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ലൈൻ ഈസ് ഇൻക്ലൈൻ ടു VP ആണ് ആൻഡ് പാരലൽ ടു HP ആണ്. എൻഡ് A 30 mm എബോവ് HP എന്ന് തന്നിരിക്കുന്നു. ലൈൻ പാരലൽ ടു HP ആയതുകൊണ്ട് എൻഡ് Bയും 30 mm എബോവ് HP ആയിരിക്കും. എൻഡ് A 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണെന്ന് തന്നിരിക്കുന്നത്. എൻഡ് B എത്ര mm ഇൻ ഫ്രണ്ട് ആണെന്ന് തന്നിട്ടില്ല, ബട്ട് അത് 10 അല്ല, ഗ്രേറ്റർ ദാൻ 10 ആണ്. ഇവിടെ ലൈൻ ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ഇൻക്ലിനേഷൻ വിത്ത് VP 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് 45 ഡിഗ്രി കൊണ്ടുവരുന്നു. ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ലൈനിൻ്റെ ലെങ്ത്തിനെയും ഈ ഇൻക്ലിനേഷനെയാണ്. ഇൻക്ലിനേഷൻ വിത്ത് VP ഈസ് ഡിനോട്ടഡ് ബൈ 5, അതിവിടെ 45 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൊജക്ഷൻ നോക്കാം. ടോപ്പ് വ്യൂ ലൈൻ പാരലൽ ടു HP ആയതുകൊണ്ട് ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ ലൈനിൻ്റെ ടോപ്പ് വ്യൂ വിഷ്വൽ റേ പ്രൊജക്ടേഴ്സ് ഈ പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, അതേപോലെ B ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സ്മോൾ a സ്മോൾ b ഇവിടെ ഫോം ചെയ്യും. ഈ ലൈനിൻ്റെ ലെങ്ത്ത് ട്രൂ ലെങ്ത് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 80 mm. ഈ ലൈൻ റെഫറൻസ് ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ ആംഗിൾ ട്രൂ ആംഗിൾ വിത്ത് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP ആയിരിക്കും, അതായത് 45 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ഇവിടെ ഫോം ചെയ്യും. എയുടെ ഫ്രണ്ട് വ്യൂ A' ഇവിടെ ഫോം ചെയ്യും. Bയുടെ ഫ്രണ്ട് വ്യൂ B' ഇവിടെ ഫോം ചെയ്യും. ഈ എബോവ് ഡിസ്റ്റൻസ് സെയിം ആയതിനാൽ ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈനിന് പാരലായിരിക്കും.
റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റെഫറൻസ് ലൈനിന് പാരലായിട്ട് ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ്, എ ഡാഷിൻ്റെ നേരെ താഴെ 10 mm ഇൻ ഫ്രണ്ട് ആയിട്ട് എ ബി 80 mm ലോങ് 45 ഡിഗ്രി ബിയുടെ അതേ പ്രൊജക്ടറിൽ ബി ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് ലൈൻ ഇൻക്ലൈൻ ടു വി പി ഒരു സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ ഈ സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡാണ് ലൈൻ, ട്രൂ ലൈൻ എന്ന് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഈ പോയിൻ്റ് എ, ഈ പോയിൻ്റ് ബി. അതിൻ്റെ ടോപ്പ് വ്യൂ സ്മോൾ എ സ്മോൾ ബി റഫറൻസ് ലൈനിന് പാരലായിരിക്കും. പാരലൽ ടു വി പി ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ട്രൂ ആംഗിൾ ആയിരിക്കും. ലൈൻ പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി ആകുമ്പോൾ ഈ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. ഈ ഇൻക്ലിനേഷൻ ട്രൂ ഇൻക്ലിനേഷൻ ആയിരിക്കും. ഫ്രണ്ട് വ്യൂ റഫറൻസ് ലൈനിന് പാരലായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് തിൻ റഫറൻസ് ലൈൻ വരയ്ക്കുക. ഗിവൺ ഡാറ്റാസ് നോട്ട് ചെയ്യുക. ഇവിടെ എൻഡ് എ ഈസ് 30 mm എബോവ് എച്ച് പി ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്നാണ് തന്നിരിക്കുന്നത്. 30 mm എബോവ് എച്ച് പി ഫ്രണ്ട് വ്യൂ എ ഡാഷ് 30 mm എബോവ് എക്സ് വൈ ലൈൻ ആയിരിക്കും. ടോപ്പ് വ്യൂ എ 10 mm ഇൻ ഫ്രണ്ട് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 10 mm ബിലോ എക്സ് വൈ ലൈനാണ്. ട്രൂ ലെങ്ത് തന്നിരിക്കുന്നത് 80 mm ആണ്. ഇൻക്ലിനേഷൻ വിത്ത് വി പി ഡിനോട്ടഡ് ബൈ 5 ഈക്വൽ ടു 45 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് എ ഡാഷ് എ ലൊക്കേറ്റ് ചെയ്യുക. എ ഡാഷ് എയുടെ തിൻ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക. 30 mm എബോ ആയിട്ട് എ ഡാഷ് 10 mm ബിലോ എക്സ് വൈ ലൈൻ എ ലൊക്കേറ്റ് ചെയ്യുക. ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയതാണ്. ലൈൻ പാരലൽ ടു വി പി ആകുമ്പോൾ ടോപ്പ് വ്യൂ ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും ആയിരിക്കും. ഇവിടെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. 45 ഡിഗ്രി നമുക്ക് ഈ ഡയറക്ഷനിലോട്ടേക്ക് എടുക്കാം. അതേപോലെ ഈ ഡയറക്ഷനിലും എടുക്കാം. ഓക്കെ, അത് പ്രോബ്ലത്തിലെ എൻഡ് ബിയുടെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ എൻഡ് ബിയുടെ പൊസിഷൻ ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് ഈ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്നുള്ള അസംഷനിൽ ചെയ്യുന്നു. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ അത് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിരിക്കും. ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ ഈ ഡയറക്ഷനിൽ 45 ഡിഗ്രി എടുക്കണം. എന്നാൽ മാത്രമേ എക്സ് വൈ ലൈന് ബിലോ ആയിട്ട് ടോപ്പ് വ്യൂ കിട്ടൂ. എക്സ് വൈ ലൈന് ബിലോ ടോപ്പ് വ്യൂ ആകുമ്പോഴാണ് അത് ഇൻ ഫ്രണ്ട് ആകുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് എബോവ് എച്ച് പി വരുമ്പോൾ പോയിന്റ് ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇനി ഈ ഡയറക്ഷനിലേക്ക് എടുക്കുമ്പോൾ പോയിന്റ് ബിയുടെ ടോപ്പ് വ്യൂ എബോ എക്സ് വൈ ലൈനിൽ ആയിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ പോയിന്റ് ബി ബിഹൈൻഡ് വി പി ആണ്. ദാറ്റ് ഈസ് പോയിന്റ് ബി ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അങ്ങനെ വരുമ്പോൾ ലൈനിൻ്റെ വൺ എൻഡ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും എൻഡ് എ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും എൻഡ് ബി സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ആയിരിക്കും. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഈസ് അസ്യൂംഡ് ടു ബി സിറ്റുവേറ്റഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അതുകൊണ്ട് പോയിൻറ്റിൻ്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്നുള്ള അസംഷനിൽ 45 ഡിഗ്രി ഈ ഡയറക്ഷനിലോട്ടേക്ക് എടുക്കുന്നു. ഡിഗ്രിയിൽ 80 mm ലോങ് ലൈൻ വരയ്ക്കുക. തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ പോയിൻ്റാണ് പോയിൻ്റ് ബിയുടെ ടോപ്പ് വ്യൂ സ്മോൾ ബി. ഒരു പോയിൻ്റ് ടോപ്പ് വ്യൂ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒരു പ്രൊജക്ടറിലായിരിക്കും. ആ പ്രൊജക്ടർ റെഫറൻസ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ പ്രൊജക്ടർ നമുക്ക് വരയ്ക്കാൻ പറ്റും. ലൈൻ പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ എബോവ് ഡിസ്റ്റൻസ് സെയിം ആയതിനാൽ റെഫറൻസ് ലൈന് പാരലായിരിക്കും. അല്ലെങ്കിൽ എക്സ് വൈ ലൈനിന് എ ഡാഷിലേക്കും എക്സ് വൈ ലൈനിന് ബി ഡാഷിലേക്കും ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബി ഡാഷ് കിട്ടും.
എ ഡാഷ് ബി ഡാഷ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഡയമെൻഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഗിവൺ ഡാറ്റാസ് ഡയമെൻഷൻ ചെയ്യുക. ഈ ട്രൂ ലെങ്തിന് പകരം ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് തരാൻ സാധ്യതയുണ്ട്. അങ്ങനെയും പ്രോബ്ലംസ് ചോദിക്കാം. ഈ തന്നിരിക്കുന്ന ഡാറ്റാസിൽ ഈ ട്രൂ ലെങ്തിന് പകരം ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് എ ഡാഷ് ബി ഡാഷ് ലെങ്ത് വരുന്നു. ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ എ ഡാഷ് ബി ഡാഷ് ലൊക്കേറ്റ് ചെയ്ത് ഈ പ്രൊജക്ടർ ലൈൻ വരച്ചിട്ട് ഇവിടെ 45 ഡിഗ്രി ലൈൻ എടുക്കുമ്പോൾ പോയിന്റ് ബി കിട്ടും. അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടും. സംടൈംസ് ട്രൂ ലെങ്തും ഫ്രണ്ട് വ്യൂവും തന്നിട്ട് ഇൻക്ലിനേഷൻ വിത്ത് വി പി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. ഓർ എക്സ് വൈ ലൈന് പാരലായിട്ട് എ ലൊക്കേറ്റ് ചെയ്യുന്നു. ഈ ബി ഡാഷ് ബി പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു. ബി നമുക്കറിയില്ല, ബട്ട് എ ബിയുടെ ലെങ്ത് അറിയാൻ പറ്റും. എ ബിയുടെ ലെങ്ത് ഈ ലൈനിലേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ് ബി കിട്ടും. അപ്പോൾ ഈ ഇൻക്ലിനേഷൻ 5 ഡിഗ്രി കിട്ടും. പ്രൊജക്ഷൻസ് ഓഫ് എ ലൈൻ ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ പ്രൊജക്ഷൻസ് ഓഫ് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണത്. അതായത് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിയുടെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കുന്നു എന്ന് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.